ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഐക്കൺസ് ഓഫ് ഇന്ത്യ വന്നു നിൽക്കുന്നത് മലപ്പുറത്ത് കുറ്റിപ്പുറത്താണ്. ഇന്ന് ഞങ്ങൾ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന വിശിഷ്ടാതിഥി കുറ്റിപ്പുറത്ത് കല ഫർണിച്ചേഴ്സ് ഹോം അപ്ലയൻസ് എന്ന സ്ഥാപനം നടത്തുന്ന ഉസ്മാൻ കോയ സാറാണ്. കല ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസ് എത്ര വർഷമായി തുടങ്ങിയിട്ട്? 35 വർഷമായി. അതിന് മുമ്പ് എൻ്റെ വാപ്പാക്ക് മരമില്ലുണ്ടായിരുന്നു. അതൊരു 4 വർഷം മുമ്പ് അതുണ്ട്. കുറ്റിപ്പുറത്തെ വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമാണ് കല ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസ് അല്ലേ? അപ്പോൾ അതിനു മുമ്പ് വാപ്പാക്ക് മരമില്ലായിരുന്നു. മരമില്ല. അപ്പം നിലമ്പൂരടുത്ത് കിടക്കുന്ന കാരണം നമുക്ക് മരങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? അല്ലേ? ഇപ്പോൾ വിഷമാണ്. ആദ്യകാലങ്ങളിൽ കുഴപ്പമില്ലായിരുന്നു. വാപ്പയുടെ പേരെന്തായിരുന്നു? കുഞ്ഞു മുഹമ്മദ് ഹാജി. ഉസ്മാൻ കോയ സാർ ഈ ഒരു വ്യവസായത്തിലേക്ക് വരാനുണ്ടായ കാരണം എങ്ങനെയാണ്? ഞാൻ 4 കൊല്ലം ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടെയായിരുന്നു? ഗൾഫിൽ അബുദാബിയിൽ അല്ലേ? അത് ഏത് പ്രായത്തിലായിരുന്നു? അതൊരു 21 വയസ്സ് മുതൽ 24-25 വയസ്സ് വരെ. മലപ്പുറത്തു നിന്നുള്ള ആളുകൾ ഗൾഫിൽ പോയില്ലെങ്കിലേ ഉള്ളൂ. എല്ലാവരും ഗൾഫാണ്. കയ്യിൽ സമ്പാദിച്ചത് കൊണ്ടാണോ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാനുള്ള? അതെ, ഒന്നുമില്ല. എന്താ വെച്ചാല് അന്ന് കിട്ടുന്ന പൈസ ഞാൻ കയ്യിൽ വെക്കാറില്ല. ഒക്കെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. ഒക്കെ വാപ്പാക്ക് അയച്ചു കൊടുക്കുക ചെയ്യാം. ഒന്നും കയ്യിൽ വെച്ചില്ല. ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞാൻ സത്യം പറയാണ്, കയ്യും വീശിയിട്ടാണ് വന്നത്. നമ്മളില്ലേ ഒന്നുമില്ല. പക്ഷെ നമ്മളൊന്നും കളഞ്ഞില്ല. എല്ലാം കുടുംബം സന്തോഷമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാപ്പ അപ്പോഴത്തെ ഞാൻ പറയുമ്പോൾ മരമില്ല് തുടങ്ങിയിരിക്കും. അപ്പം മരമില്ലിൽ വാപ്പാനെ സഹായിച്ച്, അങ്ങനെ മരമില്ല് വാപ്പാനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഒക്കെ വാപ്പാനെ ആശ്രയിച്ച് ഞാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ കൂടുതലായി നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കുടുംബപരമായ ആവശ്യങ്ങളുണ്ടാവില്ല. ഭാര്യക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, ഭാര്യ വീട്ടിൽ പോകുമ്പോൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ആവശ്യം സ്വന്തമായിട്ട് കയ്യിൽ വേണം. അങ്ങനെ കയ്യിലില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ സ്വന്തമായി ബിസിനസ് തുടങ്ങിയത്. ജനിച്ചത് ഇവിടെ തന്നെയാണ്? ഞാൻ കുറ്റിപ്പുറത്തല്ല, തങ്ങൾപ്പടിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അവിടെ, MES എഞ്ചിനീയറിംഗ് കോളേജ്. അതിന് തൊട്ട് മുന്നിലാണ് എൻ്റെ വീട്. അവിടെ തന്നെ ഞാൻ ജനിച്ചതും വളർന്നതും. വീട്ടുപേരെന്തായിരുന്നു? രാരംകണ്ടത്ത്. വെറൈറ്റി പേരാണല്ലോ, രാരംകണ്ടത്ത് അല്ലേ? വാപ്പ പറഞ്ഞ പേര് പറഞ്ഞു. വാപ്പ കുഞ്ഞുമാജി. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ അദ്ദേഹം ഇതേമാതിരി ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. വാപ്പയുടെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കാര്യം എന്താ വെച്ചാല് വാപ്പ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി എന്താ പറയാ, മുൻകൂട്ടി കാണുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പല കാര്യം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ബാത്റൂമുകളൊക്കെ വീടിന്റെ ഉള്ളിലായിട്ട് ഒരു 10-25 കൊല്ലമായിട്ടുള്ളൂ. 30 കൊല്ലം. അതിന് മുമ്പ് പുറത്ത് വെക്കാം. 50 കൊല്ലം മുമ്പ് തന്നെ എൻ്റെ വീടിന്റെ ഉള്ളിൽ തന്നെ ബാത്റൂം ഉണ്ടാക്കിയാളാ, ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കിയാളാ. അന്നൊക്കെ ആൾക്കാർ എന്ത് പറയും, വാപ്പാനെ ഒരു പരിഹസിക്കുന്ന എന്നാൽ അത് മുതൽ ശരിക്കും പറയാം വാപ്പാനെ മറവ് ചെയ്തിരിക്കുന്നത് സ്വന്തം പറമ്പിലാണ്. അത് നിങ്ങൾക്ക് കാണാം. അതൊക്കെ എല്ലാ പേപ്പറും 2007 സംഭവം. അന്ന് എല്ലാ പേപ്പറിലും ഫസ്റ്റ് പേജിൽ അത് വാർത്തയിരുന്നു. വാപ്പാനെ സ്വന്തം പറമ്പിൽ മറ ചെയ്തതും. അതെന്താണ് അങ്ങനെ ഒരു തീരുമാനം വാപ്പ എടുത്തത്? സാധാരണ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിലാണ്, പറമ്പിലാണ് കൊണ്ടുപോയി നമ്മൾ. അതാണ് വാപ്പ ഒരു വ്യത്യസ്തനാണ്. വാപ്പ പറഞ്ഞെന്താ വെച്ചാല്, എന്നെ മരിച്ചു കഴിഞ്ഞാൽ പള്ളിക്ക മറയണ്ട, സ്വന്തം പറമ്പിൽ മറ ചെയ്യാന്ന് പറഞ്ഞിട്ട് വാപ്പ എന്ത് ചെയ്തു പറഞ്ഞിട്ട് സ്വന്തമായി കവർ കുഴിച്ചു, അവിടെ ഒരു പള്ളി മാതിരി ഉണ്ടാക്കി എല്ലാ സൗകര്യവും ചെയ്ത്. അതിൽ തന്നെ ഇപ്പൊ ഉമ്മ മരിച്ച 2 കൊല്ലം മുമ്പേ ഉമ്മാനെ അവിടെ തന്നെ മറയുന്നത്. പഠിച്ചതൊക്കെ എവിടെയാണ് സാർ? ഞാൻ കുറ്റിപ്പുറം. ആദ്യം പഠിച്ചത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് പഠിച്ചു. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ ഒരു സ്കൂളുണ്ട്, GLP സ്കൂളാണ്. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണത്. അതിൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. പഠിക്കാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കടം. അപ്പൊ സാറന്മാരെ കുഴപ്പമായിരുന്നു? അല്ല, എന്താ കാരണം വെച്ചാൽ ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ തരക്കടില്ലാതെ പഠിച്ച വ്യക്തിയാണ്. അതേസമയം 5ാം ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് മുറികൾ, സ്ഥല സൗകര്യങ്ങളില്ല. അപ്പൊ ഞങ്ങൾ മാവിൻ ചോട്ടിലൊക്കെ ഇരുന്നിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പൊ പഠിപ്പിക്കാതെ ഞങ്ങളെ പരീക്ഷ നടത്തിയിട്ടാണ് കൊണ്ടുപോയത്. അത് മാത്രമല്ല, അന്ന് ഈ ചാക്കിരി പാസ് എന്ന് പറഞ്ഞ സ്വഭാവം ഉണ്ടായിരുന്നേ. ചാക്കിരി മുഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയ കാലത്ത്
ഒരു നിയമമുണ്ട്. എന്താ കാര്യം വെച്ചാൽ 1-ാം ക്ലാസ് ചേർത്തിയ കുട്ടികളെ തോൽപ്പിക്കരുത്, 10-ാം ക്ലാസ് വരെ കൊണ്ടുപോകാന്ന്. അത് കാരണം ഞങ്ങൾ പഠിക്കാതെ തന്നെ എന്തുവരെത്തി 9 വരെ എത്തി. അങ്ങനെ അതിൻ്റെ ഇടക്ക് ഞങ്ങളൊന്ന് അടിയന്തരാവസ്ഥ വന്നു 1975-77 കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്ത് എന്ത് ചോദിച്ചാൽ പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി, നന്നായി പഠിപ്പിക്കാൻ. 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾക്ക് അടിത്തറയില്ല, സ്കൂൾ വിദ്യാഭ്യാസം കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. അതേസമയം 10-ാം ക്ലാസ്സിലോ സ്ട്രിക്റ്റ് ആയിട്ട് ജയിച്ചെങ്കിൽ പരീക്ഷ എഴുതി പാസ്സാക്കി മാത്രമേ അന്ന് 210 മാർക്ക് വേണം. 210 മാർക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ നല്ല നല്ല വിദ്യാഭ്യാസ അന്തരീക്ഷമുള്ള വീട്ടിലെ കുട്ടികൾ മാത്രമേ അന്ന് ജയിച്ചിരുന്നുള്ളൂ. അല്ലെങ്കിൽ സ്പെഷ്യൽ ട്യൂഷൻ കിട്ടിയിരുന്നത്. ഞാൻ 1-ാം 2-ം കഴിഞ്ഞ് 3-ാം തവണ കുറച്ചൊക്കെ അറിവ് കിട്ടി തുടങ്ങി. അത് 210 മാർക്കൊക്കെ പഠിച്ച് ജയിച്ചു. കുറച്ചും കൂടി കൂടി. അപ്പൊ 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു? 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പോയി. 2 വർഷം MES എഞ്ചിനീയറിംഗ് കോളേജ്, സോറി MESന്റെ പൊന്നാനി കോളേജ്. ഓ ശരി ശരി ശരി. അവിടെ പോയി 2 വർഷം പ്രീ ഡിഗ്രിയും പഠിച്ചു. വിവാഹം നടന്നത് ഈ 88 അവസാനം 88-ലാണ് അല്ലേ? ഭാര്യനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, എങ്കിലും ഭാര്യയുടെ പേര് പറഞ്ഞില്ലായിരുന്നു. ഭാര്യയുടെ പേര് നെസ്ബത്ത് എന്നാണ് അല്ലേ? ഇങ്ങനെ അറേഞ്ച്മെന്റ് എവിടെയായിരുന്നു? അവരുടെ വീട് പൊന്നാനി അല്ലേ? മക്കൾ എത്ര പേരുണ്ട്? 3 മക്കളാണ്. മക്കളുടെ പേരുകളൊക്കെ? പേര് മൂത്ത ആരിഫ ബീവി എന്നാണ്. അത് MBA കഴിഞ്ഞ് അവള് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെയാണ് ബാംഗ്ലൂരാണ്. അതിൽ 2 മക്കളുണ്ട് അവർക്ക്. രണ്ടാമത്തെ കുട്ടി ആഷിഖ ബീഗം എന്നാണ്. അത് M.Pharm കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആൺകുട്ടിയാണ്. അത് ആസാദ് എന്ന പേര്. അവൻ ആർക്കിടെക്റ്റ്. അവർക്ക് ചെറുപ്പം മുതൽ ചിത്രം വരക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയാണ്. അവൻ നല്ല പഠിക്കും ചെയ്യും. 1-ാം ക്ലാസ് മുതൽ ഇതുവരെ നല്ല അതിലൊക്കെ മക്കൾക്ക് അതിലൊക്കെ അനുകൂലം. എനിക്കില്ലെങ്കിലും എനിക്ക് പഠിക്കാൻ സൗകര്യം കിട്ടിയില്ലെങ്കിലും അവരുടെ സൗകര്യം നമ്മൾ കൊടുക്കും ചെയ്ത് അവർ നന്നായി പഠിക്കും ചെയ്യും. നന്നായി അവർക്കൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. നന്നായി വരക്കും ചെയ്യും. അതാണ് ആർക്കിടെക്റ്റിനൊക്കെ അവർക്ക് സുഖമായിട്ട് പഠിക്കാനൊക്കെ പറ്റി. ഇപ്പോൾ ജോലി ചെയ്യണത് കോഴിക്കോടാണ്. ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ 5-6 മാസം 4-5 മാസം ഇവിടെ ഇരുന്നു. ന്യൂസിലാൻഡിൽ എൻ്റെ മകളെടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നടത്താൻ എൻ്റെ അനിയനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകനുണ്ടായിരുന്നു. അവനെ കോളേജ് കഴിഞ്ഞ ഉടനെ ഇവിടെ വന്ന് നിർത്തി. ഒരു 6 മാസം നിന്നതിന് ശേഷം അപ്പോൾ അവൻ ജോലിക്ക് പോയത്. ഓക്കെ. ഇത്രയും നേരം സാറിൻ്റെ വിശേഷങ്ങൾ, സാറിൻ്റെ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാം ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് സാർ. സാറിൻ്റെ ഈ കല ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് ഇനിയും ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സാർ.